ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സത്യമ്മ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടാതെ ആകെ ടെൻഷനായിരിക്കുകയാണേ. കൂടാതെ കമലനെ വിളിക്കുമ്പോ അതും കിട്ടുന്നില്ല. ശ്യാമയോട് പറയും, നീ സ്വപ്നം കണ്ട് എഴുന്നേറ്റ അന്ന് മുതൽ തുടങ്ങിയ പേടിയാണേ, നീ ഒന്നോടൊന്ന് രോഹിത്തിനെ വിളിച്ചേ എന്ന് പറയുമ്പോ ശ്യാമ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ഭാമയും വിഷ്ണു ട്രൈ ചെയ്യുന്നുണ്ട്. രാഘവേട്ടൻ പറയും, മറ്റെന്തെങ്കിലും കാരണം കാണും, അതായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തത്. ഭാമ പറയും, അത് തന്നെ എന്റെ പേടി, അവനെന്തെങ്കിലും അപകടം. രാഘവേട്ടൻ പറയാം, നീ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ ഭാമേ, അവനിങ്ങ് വന്നോളും. ഭാമ പറയും, അങ്ങനൊരു ഉറപ്പ് കൊടുക്കാൻ എന്റെ മനസ്സിന് പറ്റുന്നില്ല. സമയം കഴിയുന്തോറും ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. രാഘവേട്ടന് അറിയാലോ, എന്റെ ജീവനും എന്റെ ജീവിതവുമാണ് വിഷ്ണു. ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വിഷ്ണു എന്റെ അടുത്തുള്ളത് കൊണ്ട് മാത്രം. ഈശ്വര, ഇതിപ്പോ ഇവൻ എവിടെ പോയി കിടക്കുക? അപ്പൊ രാഘവേട്ടൻ ശ്യാമയോട് ഒന്നുകൂടെ രോഹിത്തിനെ വിളിക്കാനൊക്കെ ആവശ്യപ്പെടുകയാണേ. ശ്യാമ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഭാമയാണെങ്കിൽ ടെൻഷനോട് കൂടിയിരിക്കുക. ഭഗവാനെ, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ, എന്റെ മുന്നിലെ അവനെ വരുത്തണേ. ഇതേ സമയം കടപ്പുറത്ത് വെക്കുന്ന കമലം വിചാരിക്കും, ബീച്ച് സൈഡിൽ അന്വേഷിക്കാൻ പോയാ ആശാനെ കാണാനില്ലല്ലോ. ഏട്ടത്തിയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഒരു സാധാരണ വീട്ടമ്മയെ പോലെ പെരുമാറേണ്ട ആളാണോ ഏട്ടത്തിയമ്മ? ആശാൻ സങ്കടം കൊണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി ജോലിയൊക്കെ രാജിവെച്ച് ഇങ്ങനെ ഇറങ്ങി പോവാമോ? ഇതിപ്പോ എവിടെ പോയി തിരക്കാനാ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണേ. ഇതേ സമയം വിഷ്ണു ജീപ്പിൽ തിരികെ വന്നോണ്ടിരിക്കണേ. വണ്ടി കാണുമ്പോ തന്നെ ആശാനാണല്ലോ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഓടി പോവാണ്. എന്താ ആശാനെ, അവിടെ എവിടെയെങ്കിലും? വിഷ്ണു അറിയും, ഇല്ലടാ. പിന്നെ അങ്ങോട്ട് ആരും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതോ? വിഷ്ണു അറിയും, അത് ഞാൻ പോയി നോക്കി, പക്ഷേ അവിടെ ഒന്നുമില്ല. കമലം പറയും, വീട്ടിലേക്ക് വിളിച്ചോന്ന് ചോദിച്ചാലോ? അതൊന്നും വേണ്ട. അവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിക്കുകയും കൂടി ചെയ്താല് അവര് പേടിച്ചു പോവും. ഇപ്പൊ ചിലപ്പോ വല്ല മീറ്റിംഗ് കൊണ്ടോ ജോലി തിരക്കൊണ്ടോ വൈകിന്ന് കരുതും. നീ കേറി നമുക്കത് ആ ഭാഗത്തൂടെ നോക്കാം എന്ന് പറഞ്ഞ് അവര് കടപ്പുറത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് അന്വേഷിച്ചു പോവാണേ. ഇതേ സമയം കരയില് ഒരു ആള് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ തന്നെയാണ്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ശാലിനി വിഷ്ണു IS എന്നുള്ള ആ നെയിം ബോർഡ് കൂടെ ഉണ്ട്. ആൾക്കാരിങ്ങനെ ചുറ്റും നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം ഒരാള് അവിടുന്ന് പോവാണ്. ശാലിനി കിടക്കുന്ന പോലെ തന്നെ അതേ പാറ്റേണിലുള്ള സാരിയൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരാൾ അവിടുന്ന് പോകുമ്പോ മറ്റൊരാളേക്കും, എന്താ ഏട്ടാ അവിടെ ഒരു ആൾക്കൂട്ടം? അത് അവിടെ ഒരു പെൺകുട്ടിയുടെ ബോഡി കറക്കടിഞ്ഞു. ആണോ? എന്നിട്ട് പോലീസിനെ അറിയിച്ചോ? അയാൾ പറയും, ആ അറിയിച്ചു, ഇപ്പൊ വരും എന്ന് പറഞ്ഞ അയാൾ പോവും. അങ്ങനെ ഇയാളും അവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കാണ്. ആൾക്കൂട്ടത്തില് വിഷ്ണുവും കമലനും അന്വേഷിച്ച് നടക്കാണല്ലോ ശാലിനിയെ. അങ്ങനെ ആൾക്കാരൊക്കെ ചുറ്റിലും നിൽക്കണേ. അങ്ങനെ ഇപ്പൊ ഇരുട്ടായിക്കൊണ്ടിരിക്കണേ. കടപ്പുറത്ത് ഇപ്പൊ ആരുമില്ല. ശ്യാമയാണെങ്കിൽ ടെൻഷനോട് കൂടി ഇപ്പൊ സത്യാമ്മയുടെ വീട്ടിലുണ്ട്. ആരെയോ വിളിക്കുന്നുണ്ട്, എന്നാ കൊള്ളൊന്നും പോകുന്നില്ല. കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ശാരദാമ്മ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കാണ്, ശാലിനിയുടെ വരവ് നോക്കിയിട്ട്. ശേഷം അകത്തേക്ക് നോക്കുമ്പോ പപ്പി സത്യം അവിടെ ഇരുന്ന് പഠിക്കുന്നേ. കുട്ടികൾ ഇങ്ങനെ സംശയങ്ങളൊക്കെ തീർത്ത് പഠിക്കണേ. ശാരദാമ്മ വിചാരിക്കും, ഇത്ര സമയമായി, വൈകെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? വീട്ടിൽ നിൽക്കുന്നവർക്ക് ആദ്യാ, പുറത്തു പോകുന്നവർക്ക് കുഴപ്പമില്ലല്ലോ. അവള് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുമ്പോ സമയം പോകുന്ന അറിയില്ല. ഇത് കേൾക്കുന്ന സത്യയ്ക്കും, ശാരദാമ്മ ഇത് ആരോടാ സംസാരിക്കുന്നത്? എന്നോട് തന്നെയാ മോളെ, നിന്റെ അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. പപ്പിയാരും വിഷ്ണു അച്ഛനും ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ, വിഷ്ണു അച്ഛനെയും കണ്ടില്ല. ഇനിയിപ്പൊ ഞാനെങ്ങനെ പോവും? സത്യവരും, പപ്പി പോവണ്ട, നമുക്കിന്ന് ഇവിടെ ഒന്നും കൂടാം. പപ്പി പറയും, അയ്യോ അത് പറ്റില്ല, അമ്മ എന്നെ തിരക്കില്ലേ. സത്യം പറയും, അത് സാരമില്ല പപ്പി, എന്റെ കൂടെയാണ് നിങ്ങൾ പറഞ്ഞാ മതി. ശാരദാമ്മ വിചാരിക്കും, ഇനി ശ്യാമ ഒന്ന് വിളിച്ചാലോ? എന്തൊക്കെയാ ചുറ്റും നടക്കുന്നതെന്ന് അറിയില്ലല്ലോ, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അതാ വിഷ്ണുവിനെയും കാണാത്തത് എന്നിങ്ങനെ പറഞ്ഞ ശേഷം ശ്യാമയെ വിളിക്കണേ. ആ അമ്മേ. ശാരദാമ്മ വയ്ക്കും, വിഷ്ണു എവിടെ ഉണ്ടോ? ഇല്ല അമ്മേ. ശാരദാമ്മ പറയും, ഇതുവരെ ശാലിനിയും വന്നിട്ടില്ല, വിഷ്ണു വന്നിട്ടില്ല, ഞാൻ ഇവിടെ നിന്ന് തീ തിന്ന. ശ്യാമ പറയും, വിഷ്ണുവേട്ടൻ പപ്പിമോളെ കൂട്ടി ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ, ഇതുവരെ വന്നിട്ടില്ലമ്മേ. ഇത് കേട്ടായിരിക്കും ഭാമ വരുന്നത്. ഭാമയെ ശ്യാമ കണ്ടിട്ടില്ല, ഇതുവരെ ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. വിഷ്ണുവേട്ടന് ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുക പോലും ചെയ്യുന്നില്ല. പപ്പിമോളും കൂടെ ഉള്ളതല്ലേ, എന്താ പറ്റിയെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ശാരദാമ്മ പറയും, ഡീ പപ്പി ഇവിടെ ഉണ്ട്, പപ്പിയെ വിഷ്ണു ഇവിടെ പകല് കൊണ്ടുവന്നാക്കിയത്. അപ്പൊ ശ്യാമ പറയും, സമാധാനമായി, എന്റെ ഒരു മുകളിലായിരുന്നു അമ്മേ, മോൾ അവിടെ ഉണ്ടല്ലോ. അല്ലമ്മേ, കുഞ്ഞേച്ചി എന്താ വരാൻ ഇത്രയ്ക്ക് വൈകുന്നേ? ഇത്രയും സമയമല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഭാമയെ കാണുന്നതും ശ്യാമ അങ്ങ് ഞെട്ടിപ്പോവും. ആ കോളങ്ങ് കട്ട് ചെയ്യും. ഭാമയ്ക്കും, ആരാ ഫോണില്? എന്ത് സമാധാനമായെന്നാ നീ പറയുന്നത്? ശ്യാമ വിറച്ചോണ്ടാ പറയുന്നത്, സത്യമേ, പപ്പി അമ്മയുടെ അടുത്തുണ്ട്, വിഷ്ണുവേട്ടൻ പപ്പിയെ അവിടെ കൊണ്ടുചെന്ന് ആക്കിയിട്ടുണ്ടെന്ന്. ഭാമയ്ക്കും, അതെന്തിനെ ഇവിടെ നിൽക്കേണ്ട കുട്ടിയെ എന്തിനാ അവനെ അവിടെ കൊണ്ടുപോയി ആക്കണം? ശ്യാമ ശാരദാമ്മയുടെ ഫോണിൽ പറയും, അമ്മയെ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ശ്യാമ പറയും, വിഷ്ണുവേട്ടൻ പപ്പി മോളെ പകല അവിടെ കൊണ്ടുപോയി ആക്കിയത്. ഭാമ പറയും, പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എന്തിനാ അവിടെ കൊണ്ടുപോയി ആക്കിയെന്നാ ഞാൻ ചോദിച്ചത്, പറയടി എന്തിനാ? ശ്യാമ ആകെ പേടിക്കുന്നുണ്ട്. അത് പിന്നെ എനിക്ക് അറിയില്ല സത്യമേ. അപ്പോഴേക്ക് പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. ഭാമയ്ക്കും, പിന്നെ നിനക്ക് എന്താ അറിയാ? സ്വന്തം മോളെ ഇത്ര നേരമായിട്ട് കാണാതായിട്ടും നീ എങ്ങോട്ടെങ്കിലും ഫോൺ ചെയ്ത് ചോദിച്ചോ? എന്തിനാ? നിന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചിരുന്നെങ്കിലേ മോൾ അവിടെ ഉണ്ടെന്ന് അറിയായിരുന്നല്ലോ, അതും ചെയ്തില്ലല്ലോ. ശ്യാമ പറയും, പപ്പി പോയത് മറ്റാരുടെയും കൂടെ ഇല്ലല്ലോ സത്യമേ, വിഷ്ണുവേട്ടന്റെ കൂടെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ഭാമയ്ക്കും, എന്നെ നീയാണോ തീരുമാനിക്കുന്നത്? നീയാണോന്നേ? ശ്യാമയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, തലതാഴ്ത്തി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോ അങ്ങോട്ട് രോഹിത് വരികയാണേ. ഇപ്പോ ആ വീടും സ്വപ്നം കണ്ടിട്ടാണ് രോഹിത്തിന്റെ വരവ്.
എടാ രോഹിത്തെ, ശാരദാമ്മയുടെ വീട്ടില് പപ്പിയെ കൊണ്ടാക്കിയിട്ട് വിഷ്ണു എങ്ങോട്ടാ പോയിരിക്കുക? അവനാണെങ്കിൽ എങ്ങോട്ടാ പോയിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുമില്ല. ശ്യാമേനെയാണ് രോഹിത് ഇങ്ങനെ നോക്കുന്നത്. ശ്യാമ പേടിച്ചോണ്ടാ നിക്കണേ. എടാ നീ ഒന്ന് പോയി അവളെ വിളിച്ചോണ്ട് വാ. അപ്പൊ രോഹിത് പറയും, പപ്പി അവിടെ നിക്കട്ടെ സത്യമേ, അത് അന്യ വീടൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞ നല്ല കടുപ്പത്തില് രോഹിത് അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോ, ഡാടാ നിക്ക്, അത് അന്യ വീടാണോ അല്ലേന്നൊന്നും നീ എനിക്ക് പറഞ്ഞു തരണ്ട. നിന്റെ കൊച്ച് അവിടെ നിക്കണോ ഇവിടെ നിക്കണോന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. രോഹിത്തിന് അത് കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും. എന്റെ കൊച്ച് അത് കേൾക്കുമ്പോ തന്നെ എനിക്ക് അങ്ങ് ഭ്രാന്ത് പിടിക്കുക. എന്റെ എന്ന് പറഞ്ഞേ ഇനി എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. എന്നെ ഈ വിഡ്ഢിയാക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ശ്യാമയെ ദേഷ്യത്തിൽ നോക്കുകയാണേ. ശ്യാമയാണെങ്കിൽ പേടിച്ചാ നിൽക്കുന്നത്. ബാമറിയും, എടാ ഞാൻ ചോദിച്ചൊരു മറുപടി തന്നില്ല, നിന്റെ കൊച്ചെന്തിനാ അവിടെ നിക്കുന്നേന്ന്. രോഹിത് പറയും, ദേ നിക്കുന്നേ, ചോദിക്ക് എന്റെ കൊച്ചു തന്നെയാണോന്ന്, എന്നിട്ട് ഞാൻ മറുപടി തരാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശ്യാമയെ നോക്കണേ. ദേഷ്യത്തില് ബാമ മൗനത്തിൽ നിൽക്കുക. രോഹിത് മറുപടി പറയാതാവുമ്പോ, രോഹിത്തെ നീ ഇനി വിഷ്ണുവിനെ നോക്കണ്ട, പോയി പപ്പിയെ വിളിച്ചോണ്ട് വാ. അല്ല സത്യമേ, എടാ പോയിട്ട് വിളിച്ചോണ്ട് വാടാ, എടാ ചെല്ലാൻ എന്ന് പറയുമ്പോ ശ്യാമയെ ദേഷ്യത്തിൽ നോക്കി മനസ്സില്ലാ മനസ്സോടെ ഭാമ പറഞ്ഞതുകൊണ്ട് മാത്രം രോഹിത് അവിടുന്ന് പോവാ. ശ്യാമ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ ഭാമ, ഡേ ഡി ഇനി മേല പപ്പി അങ്ങോട്ട് വിട്ടേക്കരുത്, പതിവില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കരുത്. ഹോ ഇനിയിപ്പോ വിഷ്ണു എവിടെ പോയി കിടക്ക, ഇവൻ ഇന്ന് രാത്രി വീട്ടിൽ വരണമെന്നില്ലേ എന്ന് പറഞ്ഞ് ഭാമ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. ശ്യാമ വിചാരിക്കും എല്ലാ സത്യങ്ങളും വിഷ്ണുവേട്ടൻ അറിഞ്ഞു. ഇപ്പോ വിഷ്ണുവേട്ടനെയും കുഞ്ഞേച്ചിയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. രണ്ടുപേരും വീട്ടിലാണെങ്കിൽ എത്തിയിട്ടുമില്ല. ഈശ്വര രണ്ടുപേർക്കും ഒരു അബദ്ധം വരുത്തരുതേ, ഒരു ബുദ്ധിമോശം കാണിക്കാനും തോന്നിപ്പിക്കല്ലേ. ഭാമ വിചാരിക്കും കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് ഇവൻ ഇതോടെ പോയി കിടക്കുക, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോട് കൂടെ വിചാരിക്കുക. ഇതേ സമയം ബീച്ച് സൈഡിലായിട്ട് ശാലിനി വിഷ്ണു IAS എന്നുള്ള ആ ബോർഡ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ ജീപ്പും പിന്നെ മറ്റൊരു കാറും കൂടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുക. വിഷ്ണു ആണെങ്കിൽ ആകെ പേടിച്ച് ടെൻഷനായി അങ്ങ് എത്തിയിട്ടുണ്ട്. കമലൻ പറയും, ഇതിപ്പോ ആരോടൊന്ന് തിരക്കാം. അപ്പോഴായിരിക്കും സെക്യൂരിറ്റിയെ കാണുന്നത്. അനു ആണ് മറ്റേ കാറിൽ വന്നത്. അനുവും കമലനും കൂടെ സെക്യൂരിറ്റിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, ബീച്ച് സൈഡില് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ? അപ്പൊ സെക്യൂരിറ്റി പറയും, ആ കടലിൽ ചാടി വേണല്ലേ. അനു പറയും, ആ അതെ. അയാൾ പറയും, ആ അത് മരിച്ചു. ഇത് കേൾക്കുമ്പോ വിഷ്ണുവും അനുവും കമലനൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണേ. കമലൻ വിഷ്ണുവിനെ നോക്കുമ്പോ വിഷ്ണു സ്തംഭിച്ച് നിൽക്കുക. സെക്യൂരിറ്റി പറയും, വീട്ടിലെ എന്തോ വഴക്കിന്റെ പേരിൽ വന്ന് ഒരു വാശിക്ക് ചാടിയതാ. അവിടെ വെച്ചൊരു 10 വാശി കാണിച്ചാലും കയറി പോരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മരിച്ചു. കൊറേയൊക്കെ ഇതുങ്ങളുടെ അഹങ്കാരാണെന്നേ, വല്ല നിസ്സാര കാര്യമായിരിക്കും. ഇപ്പൊ ഇതൊക്കെ ഒരു ട്രെൻഡ് അല്ലേ, വഴക്കിട്ട അപ്പ ആത്മഹത്യ. അപ്പോ അനുക്കും, അല്ല ചേട്ടൻ ആ സ്ത്രീയെ കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു, എന്താ കാര്യം? അല്ല കാഴ്ചയിൽ എങ്ങനെ ഇരിക്കും അറിയാനായിരുന്നു. സെക്യൂരിറ്റിക്കും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ? അനുവറിയും, അതൊന്നും അറിയാൻ വേണ്ടിട്ടാ. ആ നല്ലൊരു മെടുക്കി പെണ്ണാണ് മോളെ, സാരിയാ ഉടുത്തിരുന്നത്, ഒരു പച്ച കളർ സാരി. ഇതോടെ കേൾക്കുമ്പോ വിഷ്ണു ഒന്നൂടെ ഞെട്ടുകയാണേ. വിഷ്ണു ഈ നിമിഷം പകലെ ശാലിനിയുടെ അടുത്ത് പോയപ്പോ ശാലിനിയുടെ ദേഷ്യപ്പെട്ടല്ലോ. അപ്പൊ അടുത്ത് ആ സാരിയൊക്കെ ഇങ്ങനെ ആലോചിക്കാണ്, പച്ച കളർ തന്നെ. വിഷ്ണു ഷോക്കായി പോവും, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാണ്. സെക്യൂരിറ്റി പറയും, പറഞ്ഞിട്ട് എന്താ കാര്യം, വലിയതോ വീട്ടിലെ കൊച്ചാ? ബോഡി ഏതാ അവിടെ ആ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാത്രി പോലീസിൽ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കും, സംശയം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണാം. വിഷ്ണു ഇതൊക്കെ കേട്ട് ആകെ പേടിച്ച് സങ്കടത്തോടു കൂടെ നിൽക്കും. സെക്യൂരിറ്റി പറയും, ബന്ധുക്കളാരും എത്തിയിട്ടില്ലെന്നാ ഞാനിതുവരെ അറിഞ്ഞത്. ദാ ആ കാണുന്ന വഴിയിലൂടെ പോയാൽ മതി, മോർച്ചറിയുടെ മുന്നിൽ. മരിച്ചവരങ്ങ് മരിച്ചു, പിന്നെ ഭൂമിയിൽ നിൽക്കുന്നവർക്കാ പാട്. ആളതാണോന്ന് ഉറപ്പിക്കണല്ലോ. അതങ്ങനെ ചാകാൻ വരുമ്പോ ഇതിങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത്? ആ ഒരു തോന്നലല്ലേ. എന്തായാലും നല്ലൊരു മുഖശ്രീയുള്ള കുട്ടിയാ. പോയപ്പോ അതിന്റെ വീട്ടുകാർക്ക് പോയി, ഓരോ വിധിയെ. വിഷ്ണു അങ്ങ് വീഴാൻ പോകുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കമലൻ അടുത്തേക്ക് ചെല്ലണേ. അനു വീണ്ടും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സെക്യൂരിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എടുത്തിയമ്മ, അത് എടുത്തിയൊന്നും ആയിരിക്കില്ല ആശാനെ, ഒരിക്കലും ആയിരിക്കില്ല. വിഷ്ണു എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിലാണ്. അനു എന്നിട്ട് പറയും, എന്നാലും നമുക്കതൊന്ന് ഉറപ്പുവരുത്തണ്ട. വിഷ്ണു അലറി വെച്ചിട്ട്, എന്തിനേ? അത് ശാലിനി ഒന്നാവില്ല. അനു പറയും, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് കയറി നോക്കിയേക്കാം. വിഷ്ണു ഒന്ന് തളർന്നു വീഴാണേ. ഡാടാ എനിക്കെന്ത് പേടിയാവുന്ന പോലെ തോന്നുന്നു. വിഷ്ണു വീഴാൻ പോകുന്ന പോലെ കാണുന്നുണ്ട്. കമലം പിടിച്ചിരിക്കുക. ആശാനെ നമുക്കിപ്പോ എന്ത് വന്നാലും നേരിടാതെ പറ്റില്ലല്ലോ, പിന്നെ നമ്മൾ പേടിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല. വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം, വാ. അവളാവോടാ എന്ന് നോക്കിയപ്പോ കമലയല്ലെന്ന് പറയുന്നുണ്ട്. അനു പറയും, അതെ, കയറി കണ്ടു കഴിഞ്ഞാ നമുക്ക് സംശയം മാറി കിട്ടുമല്ലോ. വാ ആശാനെ, ഇവിടെ നമ്മൾ പോകുന്നത് അല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ആയിരിക്കും ആശാനെ. വിഷ്ണുവിന്റെ അവസ്ഥ വല്ലാതെ ആയിട്ടുണ്ട്. സെക്യൂരിറ്റി വന്നിട്ട് പറയും, വന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്നെ കണ്ടിട്ട് പോകുന്ന നല്ലത്. കാഴ്ചയിൽ നല്ല മിടുക്കി പെണ്ണ, ഒറ്റ നോട്ടത്തിൽ അറിയാം നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ച. പച്ച സാരി തന്നെയാ ഉടുത്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴും വിഷ്ണുവിന്റെ മനസ്സിലേക്ക് ചീത്ത പറഞ്ഞപ്പോ ശാലിനിയുടെ മുഖഭാവൊക്കെയാണ് ഇപ്പൊ ഇങ്ങനെ വരുന്നത്. കമലം വീണ്ടും പറയും, അത് ഏട്ടത്തിൽ നിന്നാവില്ല ഉറപ്പ്. സെക്യൂരിറ്റി പറയും, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നോക്കിയിട്ട് പോകുന്നതല്ലേ നല്ലത്, നോക്കിയിട്ട് പോ. ഇതേ സമയം വിഷ്ണുവിനാണെങ്കിൽ ആ മോർച്ചറിന്റെ ബോർഡ് നോക്കുമ്പോ തന്നെ പാതി ജീവൻ പോയ അവസ്ഥയിലാണ്. ഇതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലെ ശാലിനിയെ കാത്തിരിക്കുകയാണ് ശാരദാമ്മ വിഷ്ണുവിനെയും. പിന്നീട്
പപ്പിയുടെ അടുത്ത് വന്നിട്ടേക്കും മോളെ വിഷ്ണുച്ചൻ എപ്പോഴാ വരാന്ന് പറഞ്ഞിട്ടോ മറ്റോ ആണോ പോയത്? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു, തിരിച്ചു വരുമ്പോ എന്നെ വിളിക്കാന്നും പറഞ്ഞു. ശാരദാമ്മ പറയും, പക്ഷെ ഇത്ര നേരമായിട്ട് ആളെ കണ്ടില്ലല്ലോ. സത്യക്കും അതിന് ശാരദാമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ബിഗ് ഫ്രണ്ട് വന്നില്ലെങ്കിൽ പപ്പിയെ ഞാൻ എന്റെ കൂടെ കിടത്തിയ പോരെ, എന്നിട്ട് നാളെ ബിഗ് ഫ്രണ്ട് വരുമ്പോ പറഞ്ഞു വിടാം. ശാരദാമ്മ പറയാ, അല്ല അപ്പൊ പിന്നെ പപ്പിക്കും അവർക്കൊക്കെ ചെയ്യണം, പിന്നെ പഠിക്കാനും ഉണ്ടാവില്ല. പഠിത്തൊക്കെ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് ശാരദാമ്മയെ, കണ്ടില്ലേ? ഞാനും പഠിക്കുന്നുണ്ട്, പപ്പിയും പഠിക്കുന്നുണ്ട്. പപ്പി പഠിച്ചോ? അങ്ങനെ പപ്പിയും സത്യയും വീണ്ടും പഠിക്കാൻ തുടങ്ങുമ്പോ ശാരദാമ്മ വീണ്ടും വരാന്തയിലേക്ക് തന്നെ പോവാ. ശാലിനിയും കണ്ടില്ലല്ലോ, വൈകുമെങ്കിലും വിളിച്ചു പറയേണ്ടതാ. ഇനി വിഷ്ണുവും ശാലിനിയും കൂടെ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോയതാണോ? അതാണോ തിരികെ വരുമ്പോ പപ്പിയെ കൊണ്ടുപോവാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ഒരാവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ഇപ്പോഴും ശാലിനി വിഷ്ണു IAS എന്നുള്ള ബോർഡ് കടപ്പുറത്ത് തന്നെയുണ്ട്. പിന്നെ അതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രൊമോയില് കാണിക്കുന്നത് കമലനും അനുവും വിഷ്ണുവും കൂടെ മോർച്ചറിയിലേക്ക് പോകുന്നതാണ്. മോർച്ചറിയിലെ സെക്യൂരിറ്റി ഇവരന്വേഷിച്ചു വരുന്ന ബോഡി കാണിച്ചു കൊടുക്കണേ. അങ്ങനെ അത് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോ കമലനും ഹനുവും ഞെട്ടുകയാണേ. വിഷ്ണു ഞെട്ടിലോട് കൂടെ അങ്ങ് താഴെ ഇരിക്കുക. പിന്നെ ശ്വാസം പോകുന്ന പോലെ വല്ലാത്തൊരവസ്ഥയില് തളർന്നിങ്ങനെ അവിടെ നിലത്തിരിക്കണേ. പിന്നീട് കാണിക്കുന്നത് രോഹിത് കുടുംബശ്രീ വീട്ടിലെത്തിയിട്ട് പപ്പിമോളെ കൂട്ടി പോകുന്നതാണ്. കാറിലിങ്ങനെ പോകുമ്പോഴും പപ്പിയെ ദേഷ്യത്തിലാണ് നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.